ഹലോ കൂട്ടുകാരെ, കഴിഞ്ഞ ദിവസം ഞങ്ങൾ കോഴിക്കോട് ബീച്ചിലൊന്ന് പോയി. ചാലിയം ബീച്ച് നവീകരിച്ചതിൻ്റെ ശേഷം അവിടെ തന്നെയായിരുന്നു പോവാറ്. അപ്പോൾ കുറേ ദിവസങ്ങൾക്ക് ശേഷമാണ് ഞങ്ങൾ ബീച്ചിലേക്ക് പോകുന്നത്. ആ കാഴ്ചകൾ, കോഴിക്കോട് ബീച്ചിൻ്റെ കാഴ്ചകളിലേക്ക് നമുക്ക് പോകാം. ബീച്ചിൽ വന്നാൽ പിന്നെ കാല് നനയ്ക്കൽ നിർബന്ധമാണ് കിച്ചുവിന്. അതുകൊണ്ട് ഞങ്ങളങ്ങ് തുടങ്ങിയിട്ടോ. കോഴിക്കോട് ബീച്ചിലും കുറേ നവീകരണ പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. അതുകൊണ്ട് തന്നെ കുറച്ച് ഭംഗി കുറവ് ഇപ്പം നമുക്ക് തോന്നാം, പക്ഷേ ഭാവിയിൽ അത് അതിലും ഏറെ സുന്ദരമായിരിക്കും എന്ന് കരുതാം. അതിനുവേണ്ടി വെയിറ്റ് ചെയ്യാം നമുക്ക്. കോഴിക്കോട് ബീച്ചിൻ്റെ സൈഡിൽ തന്നെ പലതരം ഫെസ്റ്റുകൾ നടക്കുന്നുണ്ട്. കോഴിക്കോട് നഗരത്തിൽ പലയിടത്തും ഉണ്ട്, പക്ഷേ ഇത് ബീച്ചിനോട് ഓപ്പോസിറ്റ് ആയിട്ട് കാണുന്ന ഒരു ഫെസ്റ്റാണ് കേട്ടോ. വിശപ്പ് തുടങ്ങിയപ്പോൾ വേറെ ഒന്നും നോക്കിയില്ല. അടുത്തുള്ള ആ കടകളിൽ ഇങ്ങനെ ഒരുപാട് കടകളുണ്ട്. ഒന്നിൽ ഞങ്ങളും കയറി.
ഒരുപാട് യാത്രകളിൽ നമ്മൾ അറിയാതെ തന്നെ വഴിയോര കച്ചവടക്കാർ ഒരുപാടുണ്ടെങ്കിലും പക്ഷേ നമ്മൾ അറിയുന്ന ഒരു സാന്നിധ്യമാണ് അത്ര കച്ചവടക്കാരുടേത്. അതുപോലെ തന്നെ ഇത്തവണ ഞങ്ങൾക്ക് അത്ര കച്ചവടക്കാരൻ്റെ അടുത്ത് പോവുകയും അവരാണെങ്കിൽ നന്നായിട്ട് നമുക്ക് അതിൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞു തരികയും ഇഷ്ടപ്പെട്ട ഫ്രാഗ്രൻസ് നോക്കി സെലക്ട് ചെയ്യുകയും ചെയ്തു കേട്ടോ. അവർ നന്നായിട്ട് സഹായിച്ചു എന്തൊക്കെയാണ് എങ്ങനെയൊക്കെയാണ് എന്നുള്ളത്. അതുപോലെ ഊത്, അതിൻ്റെ സ്മെല്ല്, അങ്ങനെ വെറൈറ്റികളൊക്കെ പരിചയപ്പെടുത്തി ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കുറച്ചെണ്ണം ഞങ്ങൾ സെലക്ട് ചെയ്യുകയും ചെയ്തു. വളരെ സന്തോഷത്തോടു കൂടി മടങ്ങി കേട്ടോ. സമയം ഏകദേശം 10 മണിയോട് അടുത്തിരിക്കുന്നു. ഞങ്ങൾ അവിടെ നിന്നും യാത്ര തിരിച്ചു. പക്ഷേ ഞങ്ങൾ പോയെന്ന് മാത്രമേ ഉള്ളൂ, ബീച്ചിലെ തിരക്ക് അപ്പോഴും ഒഴിയുന്നില്ലായിരുന്നു. ഒരുപാട് വാഹനങ്ങൾ വീണ്ടും വീണ്ടും പാർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നു. ഒരുപാട് ആളുകൾ ഇറങ്ങിക്കൊണ്ടേയിരിക്കുന്നു. എപ്പോഴും കടലിനെ പോലെ തന്നെ ബഹളമായിട്ട് നമ്മുടെ ആളുകളും ആ കടലിനെ സ്നേഹിച്ചുകൊണ്ട് വന്നുകൊണ്ടേയിരിക്കുകയായിരുന്നു. ആ ഒഴുക്ക് കണ്ടില്ലെന്ന് നടിക്കാൻ സാധിക്കില്ലല്ലോ. അതുകൊണ്ട് തന്നെ ഞങ്ങൾ പോകുന്ന വഴിക്ക് ഞങ്ങൾ ആ വീഡിയോ നിങ്ങളെയും കാണിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ NHലൂടെ ഹൈലൈറ്റിൻ്റെ പ്രകാശപൂരിതമായ കെട്ടിടങ്ങളെ കണ്ടുകൊണ്ട് ഞങ്ങൾ വീട്ടിലേക്ക് യാത്ര തിരിച്ചു.